ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഹോസ്പിറ്റൽ ബ്ലോഗാണ്. എനിക്ക് 4-ാം മാസം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഗ്ലൂക്കോസ് കഴിച്ചിട്ട് നമ്മൾ ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലണമെന്ന് നമ്മുടെ ഗ്രാമ നേഴ്സ് പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് പോവുകയാണ്. 4-ാം മാസത്തിലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ രാവിലെ തന്നെ 9 മണിക്ക് ചെല്ലാൻ പറഞ്ഞതാണ്. അത് ഒരു മണി വരെയൊക്കെ ഉണ്ട്. അത് നമുക്ക് കുറേ ലേറ്റ് ആകും കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ OP ടിക്കറ്റ് എടുത്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ നേഴ്സുമാരൊക്കെ എല്ലാ ഗ്രാമത്തിലും നേഴ്സുമാർ വരും. ഓരോ ഗ്രാമത്തിലും ഒരു നേഴ്സുണ്ട്. അപ്പോൾ നമ്മുടെ നേഴ്സും വന്നു കേട്ടോ. പിന്നെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു 4-ാം മാസത്തിൽ ഗ്ലൂക്കോസ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നേഴ്സുമാർ. അവർക്ക് ആദ്യം ക്ലാസ്സൊക്കെ കൊടുക്കും. അപ്പോൾ അബിക്കുട്ടനെ ഞാൻ സ്കൂളിൽ വിട്ടു. സൈഷനിൽ നിന്ന് ജോലിയുണ്ട് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ് ഭാഗ്യം പോലെ സൈഷനിൽ നിന്ന് ജോലി. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് എന്നെ കൂട്ടിയിട്ട് പോകാമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇരിക്കുവാണ്. അപ്പോൾ അങ്ങനെ ഓരോ പെൺകുട്ടികളെ വിളിച്ച് BP ഒക്കെ ചെക്ക് ചെയ്തിട്ട് നേരെ ലാബിലോട്ട് വിട്ടു കേട്ടോ. ലാബിൽ ചെന്നിട്ടാണ് നമുക്ക് ഗ്ലൂക്കോസ് തരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു വലിയ പാക്കറ്റ് നിറച്ചും ഗ്ലൂക്കോസ്, അത് നമുക്ക് ഗ്ലാസ്സിലൊരു അളവുണ്ട്. ആ ഒരളവിൽ ചൂടുവെള്ളം എടുത്തിട്ട് ഈ ഗ്ലൂക്കോസ് കലക്കി കുടിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഗ്ലൂക്കോസ് കഴിച്ചതിൻ്റെ ഓരോ മുഖ വ്യത്യാസങ്ങളാണ് കാണുന്നത്. കാരണം കുടിക്കാനേ വയ്യ, ഛർദ്ദിക്കാനൊക്കെ വന്നു കേട്ടോ. കാരണം അത്രയ്ക്ക് അതിമധുരമായിരുന്നു. ആ ഗ്ലൂക്കോസ് കഴിച്ചതിന് ശേഷം വന്ന് ഈ സിസ്റ്ററിൻ്റെ അടുത്തുനിന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും രജിസ്റ്റർ ചെയ്യണം കേട്ടോ. ഫുള്ള് കാര്യം ഡീറ്റെയിൽസ് ചോദിക്കും. കല്യാണം കഴിഞ്ഞ ഡേറ്റും ആദ്യത്തെ കൊച്ചിൻ്റെ കാര്യങ്ങളും എല്ലാ കാര്യവും അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ ഡോക്ടറെ കാണാനായിട്ടിരിക്കുകയാണ് കേട്ടോ. ഡോക്ടറെ കാണുമ്പം സ്കാൻ ചെയ്യും. സ്കാനെല്ലാം ചെയ്തിട്ട് ഫുള്ള് ചെക്കപ്പും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഗ്ലൂക്കോസ് കഴിച്ചിട്ട് നമ്മൾ ബ്ലഡ് എടുക്കാൻ പോകേണ്ടത്. അപ്പോൾ 2 മണിക്കൂർ ആയില്ല, 10 മണിക്കാണ് കഴിച്ചത് കേട്ടോ. 12 മണിക്ക് ലാബിലേക്ക് ചെല്ലാൻ പറഞ്ഞാണ്. അങ്ങനെ ലാബിലോട്ട് ചെന്നു. ഞാൻ ബ്ലഡ് കൊടുത്തു കേട്ടോ. ബ്ലഡ് കൊടുത്തിട്ട് റിസൾട്ട് പിറ്റേ ദിവസം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം നമുക്ക് അവിടുന്ന് കിറ്റുണ്ട്. ഇപ്പോഴത്തെ തമിഴ്നാട് സർക്കാർ കൊണ്ടുവന്ന പുതിയ സ്കീമാണിത് കേട്ടോ. പ്രസവിക്കുന്ന അമ്മമാർക്ക് കൊടുക്കുന്ന കിറ്റാണ്. നമ്മൾക്കുള്ള ആവശ്യത്തിനുള്ള ഫുഡ് ഐറ്റംസൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ ഞാൻ പിന്നീട് ഇടാം. എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കിറ്റിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡും ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ ഗ്രാമ നേഴ്സ്. അങ്ങനെ നമ്മളെല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. ഡോക്ടർമാരുടെ നല്ല അമ്മമാർക്ക് നല്ല ധൈര്യം തരുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ കേൾക്കാനായിട്ട്. എല്ലാവരോടും നല്ല കാര്യമായിരുന്നു ഡോക്ടേഴ്സിനൊക്കെ. അത് കഴിഞ്ഞിട്ട് പിന്നെ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ കിറ്റ് നമ്മൾ എടുക്കുവാണ് കേട്ടോ. ഓരോരുത്തരും ഓരോ കിറ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ ഉച്ചഭക്ഷണം എല്ലാം മേടിച്ചിട്ട് ഞാൻ സൈഷേട്ടനെ വിളിച്ചു. അപ്പോൾ 1 മണി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സൈഷേട്ടനെ കാത്തിരിക്കുവാണ്. അപ്പോൾ സൈഷേട്ടൻ ജോലി കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്ത് വിളിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഭാഗ്യത്തിന് ആ സമയത്തിന് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കിറ്റും വെച്ചതേ സൈഷേട്ടനെ കാത്തിരിക്കുവാണ്. ഒരു 1:15 ആയപ്പോൾ സൈഷേട്ടൻ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ ഇത്. എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ എനിക്ക് ഇവിടെ നിന്നാണ് തന്നത്. അങ്ങനെ ഒരു 1:15 സൈഷേട്ടൻ വന്നു. ഞങ്ങൾ വീട്ടിൽ പോയി കേട്ടോ. വീട്ടിൽ പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ ആ ഫുഡ് ഐറ്റംസാണിത്. അതിൽ മുട്ട ഉണ്ടായിരുന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു. ഇത് നാരങ്ങയാണ്, നാരങ്ങ അച്ചാർ. പിന്നെ ബീറ്റ്റൂട്ട് തോരനുണ്ടായിരുന്നു, അവിയൽ. പിന്നെ കറികളാണെങ്കിൽ സാമ്പാർ, രസം, മോര്, പരിപ്പ്, അങ്ങനെ നല്ല ഫുഡായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും ചോറ് വെച്ചിട്ടാണ് പോയത് ഹോസ്പിറ്റലിൽ. ഞാൻ മത്തങ്ങ കറിയാണ് വെച്ചത്. മത്തങ്ങ കറിയും ചോറും മാത്രമേ വെച്ചുള്ളായിരുന്നു. പിന്നെ ഞാൻ സൈഷേട്ടനോടെ ഫുഡ് കഴിച്ചു കേട്ടോ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് കഴിച്ചതിന് ശേഷം സൈഷേട്ടൻ തിരികെ ഉച്ചയ്ക്ക് ശേഷം ജോലിക്ക് പോയി. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ആ കിറ്റ് അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. എനിക്കിപ്പം എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം നിർത്തുന്നു. അടുത്ത നല്ലൊരു ബ്ലോഗുമായിട്ട് വരുന്നവരേക്കും താങ്ക് യു.